ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ചക്ക വച്ചിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഒക്കെ പറ്റിയ അടിപൊളി വിഭവങ്ങളാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ചക്കയും ചക്കക്കാലവും ഒക്കെ ആകുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇത് നമ്മൾ ചക്കയും പച്ചരിയും വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനും ഇത് തന്നെയാണ്, അതേപോലെ ഈവനിങ് സ്നാക്സ് ആയിട്ട് നമ്മൾ ഇത് തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവരത് മതി എന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ ഞാൻ തലേ ദിവസം 2.5 കപ്പ് അരിയാണ് കേട്ടോ കുതിർത്തി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ രാവിലെയാണ് നമ്മളിതാ ചക്ക പച്ച ചക്കയാണ്, ചെറിയൊരു മധുരം വന്നിട്ടുണ്ട്. മധുരമുള്ള ചക്കയാണ് വെച്ചാലും കുഴപ്പമില്ല കേട്ടോ, പഴുത്തതാണ് വെച്ചാലും. ഒരു 1.25 കപ്പ് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം, അതായത് ഞാനൊരു 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ, അത് അരച്ചെടുക്കാൻ. എന്നിട്ട് ഇതൊന്ന് നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ ലഞ്ചും തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കാണണേ. അടിപൊളി ലഞ്ചാണ്. അപ്പോൾ ഇതാ ഇതുപോലെയാണ് കേട്ടോ നമ്മൾ ബാറ്ററി ഇരിക്കുന്നത്. ഇനി നമ്മളിതാ ഒരു പാൻ എടുത്തിട്ട് നമ്മളിതാ കപ്പിൽ 1 കപ്പ് വെള്ളം അളന്നെടുക്കുന്നുണ്ട്. എന്നിട്ട് 2 അച്ച് ശർക്കരയാണ്. ഞാനിത് കുറച്ച് മധുരം കേട്ടോ ഉണ്ടാക്കണുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ കൂടുതൽ അച്ചിട്ടിട്ട് ഒന്ന് കുതിർത്തിയെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ബ്രൗൺ ആവോളൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ കൂടുതൽ തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അരക്കണയിൽ തേങ്ങയൊന്നും ചേർത്തിട്ടില്ലല്ലോ, അപ്പോൾ തേങ്ങാക്കൊത്ത് മാത്രമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി നമുക്ക് ചെറുതായി കട്ട് ചെയ്തിട്ട് അതുകൂടി നല്ലോണം മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ശർക്കരയൊക്കെ അലിഞ്ഞ് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ആ ചൂടോടുക്കനെ തന്നെ നമ്മൾ ഈ മാവിലേക്ക് ഫുള്ള് ഒഴിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒപ്പം തന്നെ ഇളക്കി കൊടുക്കും വേണം കേട്ടോ, അല്ലെങ്കിൽ കട്ട കെട്ടും. അപ്പോൾ ശർക്കര കുറച്ച് അലിഞ്ഞിട്ടില്ല, അത് ഞാൻ അത് ഒന്ന് അലിയിപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇത് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ബാറ്ററി ഇതുപോലെയാണ് കേട്ടോ വേണ്ടത്. ഇപ്പോൾ നമ്മൾ ചൂടുള്ളത് ഒഴിച്ചെടുത്ത് ഇനി കുറച്ച് നേരം ഒന്ന് കുറുകുകയും ചെയ്യും. അപ്പോൾ ഇതാ നമ്മൾ തേങ്ങാക്കൊത്ത് വറുത്തെടുത്തത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളി നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂണ് എള്ളു കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതെൻ്റെ കയ്യിൽ നിന്ന് സ്കിപ്പായി പോയതാണ്. എന്നിട്ട് ഈ എണ്ണയിൽ തന്നെയാണ് നമ്മളിനി അപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഉള്ളി മാത്രമായിട്ട് നമ്മളിതാ ഇതുപോലെ എടുത്തിട്ട് നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാറ്ററിലേക്ക്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് 1 നുള്ളു ഉപ്പും 1 നുള്ളു ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതലാക്കാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടല്ലേ ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ മധുരം കൂടുതലാക്കിയിട്ട് ഉണ്ടാക്കാണ്ടിരുന്നത്. ഇപ്പോൾ അതാ നമ്മൾ ബാറ്ററി പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളപ്പച്ചട്ടിയാണ്. അതിലിപ്പോൾ ഒരു 1.25 ടീസ്പൂണോളം കയ്യിലോളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മീഡിയം ഫ്ലെയിം, ഇപ്പോൾ ഫുൾ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. എന്നിട്ട് ഇത് വെച്ചതിന് ശേഷം അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കണം കേട്ടോ. ഫുൾ ഫ്ലെയിമിൽ വെക്കേണ്ട, അപ്പോൾ അടിഭാഗം വേഗത്തിൽ കരിഞ്ഞു പോകും. കണ്ടല്ലോ, ആ ഒരു പുറം വെന്ത് വരുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ആരെടുത്ത അപ്പം തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. മറിച്ചിട്ടിട്ടും കുറച്ച് നേരം ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിതാ ഇത് താളിച്ചെടുത്ത എണ്ണയാണ് കേട്ടോ അതിലേക്ക് ഒന്ന് ഒറ്റിച്ചു കൊടുക്കുന്നത്. കൂടുതൽ എണ്ണയൊന്നും നമുക്ക് വേണ്ട ആവശ്യമില്ല. ഈ താളിച്ചടുത്ത എണ്ണ മാത്രമാണ് ഞാനൊന്ന് ഒറ്റിച്ചു കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതാ നമ്മൾ അടുത്തതും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. ചക്കക്കാലൊക്കെ വരുമ്പോൾ നിങ്ങൾ ഇത് എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ഇപ്പോൾ ചക്കക്കാലാണല്ലോ, എല്ലാവരും വീട്ടിലും ചക്ക ഉണ്ടാകും. അപ്പോൾ ഇതുപോലൊന്ന് ചെയ്തെടുക്കുക. പഴുത്ത ചക്കയാണെന്ന് വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നല്ല മധുരം ഉണ്ടാകും. അപ്പോൾ ഇതാ കണ്ടല്ലോ, നല്ല ആരെടുത്ത അടിപൊളി റെസിപ്പിയാണ്. പിന്നെ നമ്മളിതാ ചോറ് വെക്കുന്നുണ്ട് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞു. പിന്നെ നമ്മളിതാ ചക്കക്കുരു നന്നാക്കി എടുത്തിട്ടുണ്ട്. 10-30 ചക്കക്കുരു നന്നാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കിലോൻ്റെ പടവലങ്ങ നുറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് 2 ദിവസത്തിനുള്ള കറിയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 4 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചക്കക്കുരുവൊക്കെ നമ്മൾ മിക്സിയുടെ ജാറിൽ ഇതിലേക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നുറുക്കിയെടുത്ത ചിരങ്ങയും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ തക്കാളി നമ്മൾ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എളുപ്പത്തിൽ നമുക്ക് കറി വെച്ചെടുക്കാം കേട്ടോ കുക്കറിലാവുമ്പോൾ. അപ്പോൾ ഇതാ എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തെടുക്കുക. ഇനി ഇതിലേക്കുള്ള പൊടികളൊന്ന് വറുത്തെടുക്കണം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണ്
മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് എണ്ണയിലാണ് നമ്മളിതൊന്ന് വറുത്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് കരിഞ്ഞു പോകാണ്ടൊന്ന് വറുത്തെടുക്കുക കേട്ടോ. ഇങ്ങനെ വറുത്തെടുത്ത് കറി വെക്കുമ്പോൾ നല്ല രുചിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്തായാലും നിങ്ങൾക്ക് ഈ കറി ഇഷ്ടപ്പെടും കേട്ടോ, ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതാ നമ്മൾ ചിരങ്ങയാണ് കേട്ടോ അതിലേക്ക് നുറുക്കിയിട്ടിട്ടുള്ളത്. ചിരങ്ങ വെച്ചിട്ടും പടവലങ്ങ വെച്ചിട്ടും ഒക്കെ നമുക്ക് കുമ്പളങ്ങ വെച്ചിട്ടും ഇതുപോലെ കറി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ പൊടിയില്ലാതെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ കുക്കർ ചെറുതായതുകൊണ്ട് നിങ്ങൾ തിളച്ച് പോകുന്നുള്ള പേടി വേണ്ട കേട്ടോ. തിളച്ച് പോകാണ്ടിരിക്കാൻ നമ്മൾ ഇതാണ്ട് കുക്കറിൻ്റെ ഇതിൻ്റെ ഭാഗത്ത് കുറച്ച് എണ്ണ തേച്ച് കൊടുക്കുക. വിസിൽ വരുന്നതിൻ്റെ ഭാഗത്ത് ഇതുപോലെ 3 ഇതിലും കുറച്ച് എണ്ണ തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഇത് തിളച്ച് പോകില്ല കേട്ടോ. അപ്പോൾ അതാ 1/4 ഭാഗത്തോളാണ് ഇരിക്കുന്നത്. ഇനി ഞാനിത് ഇത് വന്നതിന് ശേഷം കാണിച്ചു തരാം. പിന്നെ നമ്മൾ ആ പാനിൽ തന്നെ ഒരു നുള്ളു വെളിച്ചെണ്ണയും 1/2 ടേബിൾ സ്പൂണ് പെരിഞ്ജീരകം, പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി നുറുക്കിയതും, പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. വറുത്ത് എടുക്കുന്ന തേങ്ങ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ 3 ഗ്രാമ്പും ഒരു ചെറിയ കഷ്ണം പട്ട കൂടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 3 പിടിയോളം തേങ്ങ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 ദിവസത്തിനാണ്, 5 പേർക്ക് 2 ദിവസത്തിനുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാവിലെയും വൈകിട്ടും ചോറ് തന്നെയാണ് കേട്ടോ കഴിക്കുന്നത്. രാത്രിക്ക് ചപ്പാത്തി അങ്ങനെയൊന്നല്ല കഴിക്കണേ, എല്ലാവരും ചോറ് തന്നെയാണ് കേട്ടോ കഴിക്കാറ്. അപ്പോൾ ഇതാ ഇതുപോലെ നല്ലോണം ഒന്ന് വറുത്തെടുക്കണം, കരിഞ്ഞു പോകാണ്ട് ഇളക്കി ഒന്ന് വറുത്തെടുക്കാം കേട്ടോ നമ്മുടെ തേങ്ങ. അപ്പോൾ ഇതുപോലെ നല്ലോണം ഒന്ന് വറുത്തെടുത്തിട്ട് തേങ്ങാക്കറി വെക്കുമ്പോൾ നമുക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. പിറ്റത്തെ ദിവസം ചൂടാക്കി എടുത്താൽ മതിയാവും കേട്ടോ. രാവിലെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഫ്രിഡ്ജിൽ വെച്ചിട്ടാണെച്ചാൽ നമ്മൾ ഈ കറി വെച്ചതിന് ശേഷം ചൂടാറിയതിന് ശേഷം പകുതി നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കും ചെയ്യാം കേട്ടോ. ഞാൻ ഫ്രിഡ്ജിലൊന്നും വെക്കാറില്ല. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് രാവിലെ ഒന്ന് തിളപ്പിച്ചെടുക്കും. പിറ്റേ ദിവസം രാവിലെ ഒന്ന് തിളപ്പിച്ച് വെക്കുക ചെയ്യാറ് കേട്ടോ. ഇതുപോലത്തെ ചീര നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലത്തെ ചീര ഒന്ന് നുള്ളിയെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് തോരൻ വെച്ചെടുക്കണം. ഇത് നമ്മുടെ ഓമക്കായുടെ ഒക്കെ ഇല പോലെയാണ് ഇരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ എളാപ്പാൻ്റെ വീട്ടിൽ നിന്ന് കൊടുന്നതാണ് കേട്ടോ. എളാമ വരുമ്പോൾ കൊടുന്നതാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ ചീര. ഇത് നല്ല ഹെൽത്തി ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലത്തെ ചീര ഉണ്ടെങ്കിൽ ഞാനിതാ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ തേങ്ങ ചൂടാറുമ്പോഴേക്കും നമുക്ക് ഇതൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇതാ കത്തിരി വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. പിന്നെ നമ്മൾ കുറച്ച് മുരിങ്ങയില കൂടി ഊരിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കുക്കർ കണ്ടല്ലോ, ഒരു ലേശം പോലും തിളച്ച് പോയിട്ടില്ല കണ്ടല്ലോ. അപ്പോൾ ഇതാ നമ്മൾ കുക്കർ തുറന്നെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചക്കക്കുരും ചിരങ്ങിയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അടിയിൽ നമ്മൾ ചക്കക്കുരു ഇട്ടുകൊണ്ട് ഇതാ മേലെ തന്നെ ചക്കക്കുരു കിടക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് കുറച്ച് നമുക്ക് കോരി മാറ്റാം. ഇതൊന്ന് ഉടച്ചെടുത്തിട്ട് നമ്മുടെ കറിക്കൊരു കുറുക്കം കിട്ടാനും നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. ഈ ചക്കക്കുരു ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുമ്പോൾ അതാ നമ്മളിതൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ കറിയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കറിയിലേക്ക് ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കുക്കറൊക്കെ കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ, അത് ഞാൻ നല്ലോണം പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് കറി എത്ര ഉണ്ട് വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നല്ല ലൂസായി പോകും ചെയ്യരുത്. ഇനി നല്ല കുറുക്കത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് ലൂസിലാണ് എടുക്കുന്നത്. നല്ലോണം കുറുക്കത്തിൽ എനിക്ക് ഇഷ്ടമില്ല. ഇതിന് ഒരുവിധം തിളച്ച് ആറി വരുമ്പോൾ കുറുകിക്കോളും കേട്ടോ. നമ്മളിതിലേക്ക് ചക്കക്കുരുവൊക്കെ ചേർത്ത് കൊടുത്തോണ്ട് ഇപ്പോൾ ഇതാ നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ നോക്കിയിട്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതുപോലെ നിങ്ങൾ കറി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ചപ്പാത്തിയിലേക്കും പൊറോട്ടയിലേക്കും ദോശയിലേക്കും ഇഡ്ഡലിക്കൊക്കെ ഈ കറി ഉപയോഗിക്കാൻ പറ്റും കേട്ടോ.
നാളെ നമ്മൾ ദോശയാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ദോശയാണ് കേട്ടോ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലേക്കും നമ്മളിത് എടുക്കും. അപ്പോൾ ഇതാ നല്ലോണം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഉള്ളി വെച്ചിട്ടൊന്ന് തൂമിച്ച് ഒഴിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഉള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകും ഒക്കെ ഇട്ടിട്ടൊന്ന് തൂമിച്ചൊഴിക്കാം. അപ്പോൾ അതാ നമ്മളെ കറി നല്ലോണം തിളച്ചിട്ടുണ്ട്, തീ ഓഫാക്കിയിട്ടുണ്ട്. അതാ നമ്മൾ താളിച്ചെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചക്കക്കുരൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് കറി വെച്ച് നോക്കണം കേട്ടോ. പിന്നെ നിങ്ങൾ ഒരിക്കലും ഒരു ചക്കക്കുരു പോലും കളയില്ല കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കിയെടുക്കും, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മളൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുള്ള ചീര ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് മുരിങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു 2 പിടി മുരിങ്ങ എടുത്തിട്ടുണ്ട്. ഈ ചീരയിൽ കൂടെ കുറച്ച് മുരിങ്ങ കൂടി ഇട്ട് വെക്കുമ്പോൾ നല്ലൊരു രുചിയാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 ഗ്ലാസ്സോളം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളിത് ഇളക്കൊന്നും വേണ്ട, ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക കേട്ടോ. 2 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിന്. അപ്പോൾ ഇതാ നമ്മൾ 2 പച്ചമുളകും കൂടി ഇതുപോലെ കീറിയിട്ടിട്ട് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഒരു 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് അടച്ച് വെക്കാം. അതിന് ശേഷം നമ്മളിതൊന്ന് തുറന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. ഇളക്കിയിട്ട് ഒന്നുകൂടി അടച്ച് വെക്കാം. നമ്മുടെ ഈ ചീരക്ക് നല്ലോണം വേവുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് നല്ലോണം വെന്ത് കിട്ടണം. അതുവരെ നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അതാ ഒന്നുകൂടി ഞാൻ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. 1 പിടിയോളം, ഒരു 1.5 പിടിയോളം തേങ്ങ എത്ര ഇടണോ അത്രയും ടേസ്റ്റാണ്. ഒരു 4 ചെറിയ ഉള്ളി, 2 വെളുത്തുള്ളി, ഒരു 4 വറ്റൽമുളക് കൂടി ഇട്ടിട്ട് ഇതൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഈ തേങ്ങ ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതാ നമ്മളിതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ഇലയൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. കണ്ടല്ലോ, നല്ലോണം വെന്തിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, നേരത്തെ ഞാൻ ഉപ്പിട്ടത് കുറവായിട്ടുണ്ട്, അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് ഒരു 2 മിനിറ്റ് നമുക്ക് ഈ ചട്ടിയിലിട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് ചൂടാറിയതിന് ശേഷം ഇതിൻ്റെ പകുതി ഭാഗം നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നാളേക്ക് വേണമെന്നുണ്ടെങ്കിൽ. അതല്ലാതെ ഞാനിത് ഇന്നേക്ക് മാത്രമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതുപോലെ നല്ലോണം ഒന്ന് ഇളക്കി ഒന്ന് ഡ്രൈ ആക്കിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചീരത്തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ. എന്നിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, ഫ്ലെയിം ഓഫ് ചെയ്തതിൻ്റെ ശേഷം കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക. എല്ലാവരും ഇതുപോലെ തന്നെ ആയിരിക്കും ചെയ്തെടുക്കുന്നത്, എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇതാ നമ്മളെ അടിപൊളി തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്കിത് വെറുതെ കഴിക്കാനും നല്ല ഇഷ്ടമാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ചീര ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും വെറുതെ കളയണ്ട. അപ്പം ഞാനൊരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കറി, ഒരു ഉപ്പേരി മാത്രം മതി നമുക്ക് ചോറുണ്ടാം. പക്ഷെ കുട്ടികൾക്ക് അതൊക്കെ മീനില്ലാണ്ട് അവർ കഴിക്കൂല. അതുകൊണ്ട് ഞാൻ കുറച്ച് മത്തിയും പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ കുളി നനയൊക്കെ കഴിഞ്ഞ് നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ചോറുണ്ണാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോറ് നമ്മൾ കുക്കറിൽ ഇതുപോലെ റൈസ് കുക്കറിൽ വെച്ചാൽ ഒട്ടും വെള്ളം നനവൊന്നും ഉണ്ടാവില്ല കേട്ടോ. റൈസ് കുക്കറിൽ എങ്ങനെ ചോറ് വെക്കണം എന്നുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ അതാ നമ്മൾ മീൻ എടുത്തിട്ടുണ്ട്, നമ്മുടെ തോരൻ എടുത്തിട്ടുണ്ട്. എനിക്ക് നമ്മുടെ കറിയാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. ആ ഒരു കറിയും ഒരു അച്ചാറും ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇതാ നല്ല അടിപൊളി കറിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ ഇതാ നമ്മൾ കറി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റിയായൊരു ഐറ്റം തന്നെയാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അന്ന് ചോറുണ്ണാനും നമുക്കൊരു ഉഷാറായിരിക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് എല്ലാതും കൂട്ടി വെച്ചിട്ട് നമുക്കൊന്ന് കഴിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.